വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു ആമസോൺ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ വീട്ടമ്മമാർ ഉൾപ്പെടെ വലിയ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് വരെ നമ്മുടെ പ്രോഡക്ട്സ് ആമസോണിൽ സെല് ചെയ്ത് നമുക്ക് ഒരു ചെറുതും വലുതുമായ രീതിയിൽ ബിസിനസ്, ഇ കൊമേഴ്സ് ബിസിനസ് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം ആമസോൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, അതൊരു മാർക്കറ്റ് പ്ലേസ് പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നമ്മുടെ പ്രോഡക്ട്സുകൾ ആമസോണിൽ നമുക്ക് ലിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവെന്ററിയും ഡെലിവറി ഉൾപ്പെടെയുള്ള ടൂൾസ് വരെ നമുക്ക് ആമസോൺ തരുന്നുണ്ട്. ഇപ്പൊ ആമസോണിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നാൽ മതി. ഇൻ കേസ് അതല്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഇല്ല എങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് പോലുള്ള ബിസിനസ് മോഡൽസ് നിങ്ങൾക്ക് ആമസോൺ ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ കുറച്ച് പ്രോഡക്ട്സ് ബൾക്കായിട്ട് വല്ല ഹോൾസെയിലേഴ്സിന്നോ ഇൻസൈഡ് ഇന്ത്യ ഔട്ട്സൈഡ് ഇന്ത്യന്നോ ഒക്കെ നിങ്ങൾക്ക് ഹോൾസെയിലേഴ്സിൽ നിന്ന് പ്രോഡക്ട്സ് മേടിക്കാം. അത് ഹോൾസെയിലർ വെബ്സൈറ്റുകളിൽ നിന്നാവാം, അല്ലെങ്കിൽ ഹോൾസെയിൽ ഡീലേഴ്സിനെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ റിസർച്ച് ചെയ്ത് സ്റ്റഡി ചെയ്ത ഏതെങ്കിലും ടൈപ്പ് പ്രോഡക്ട്സുകൾ ഉണ്ടെങ്കിൽ ആ പ്രോഡക്ട്സുകൾ ബൾക്കായിട്ട് ഹോൾസെയിലേഴ്സിൽ നിന്ന് മേടിച്ച് നിങ്ങൾക്ക് ആമസോണിലേക്ക് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതുവഴി ഒരു ചെറിയ രീതിയിൽ ഒരു ഇ കൊമേഴ്സ് ബിസിനസ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ, ഇപ്പൊ നിങ്ങളൊരു സ്വന്തമായിട്ടൊരു പ്രോഡക്റ്റ് ഉള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് ഒരു ഹോൾസെയിലറിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ച് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ആമസോൺ സെല്ലറിലെ അക്കൗണ്ട് ആണ്. ഇപ്പോ നിങ്ങൾ ആമസോൺ സെല്ലറിൽ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു GST രജിസ്ട്രേഷൻ ഉണ്ടാവണം, അതിന്റെ GST നമ്പർ ഉണ്ടാവണം, നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടാവണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ട്രേഡ് മാർക്കുള്ള ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അത് നിങ്ങൾക്ക് വേണം. അപ്പൊ അതല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന GST ഇല്ലാത്ത ബുക്സ് പോലുള്ള പ്രോഡക്ട്സ് ആണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ GST വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ പാൻ ID മതിയാവും. അപ്പോൾ ഈ പറയുന്ന ബേസിക് ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു ആമസോണിൽ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത്. ഇനി എങ്ങനെ ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഗൂഗിളിൽ പോയിട്ട് ആമസോൺ സെല്ലർ എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ sell.amazon.in സെർച്ച് ചെയ്യുക. ആ വരുന്ന വെബ് റിസൾട്ടിൽ നിന്ന് ആദ്യത്തെ ലിങ്കിൽ നമ്മൾ കയറുന്നു. അപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് സെല്ലിംഗ് എന്ന് കൊടുക്കുകയാണ്. അപ്പൊ സ്റ്റാർട്ട് സെല്ലിംഗ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ ഒരു സൈൻ ഇൻ ഓപ്ഷൻ ആണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഒരു നോർമൽ Amazon.in നമ്മളൊരു യൂസർ ആണെങ്കിൽ, ആമസോണിന്റെ വെബ്സൈറ്റിൽ നിന്നും നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്കൊരു യൂസർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് വെച്ച് നമുക്ക് സെല്ലർ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ക്രിയേറ്റ് ആമസോൺ അക്കൗണ്ട് കൊടുത്തിട്ട് നമുക്കൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ എന്റെ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാണ്. ഞാൻ എന്റെ ഫോൺ നമ്പർ കൊടുത്തു. ഫോൺ നമ്പർ വെച്ചിട്ടാണ് എനിക്ക് അക്കൗണ്ട് ഉള്ളത്. ഫോൺ നമ്പറും പാസ്വേഡും വെച്ചിട്ട് ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തു. ഇപ്പോൾ ഞാൻ ഒരു GST കാറ്റഗറി പെടാത്ത ബുക്സ് ഒക്കെയാണ് നമ്മൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐ ആം ഓൺലി സെൽ നോൺ GST കാറ്റഗറി ലൈക്ക് ബുക്സ്. അപ്പം ഐ ആം ഓൺലി നോൺ സെൽ കാറ്റഗറി എന്നാണ് കൊടുക്കുന്നെങ്കിൽ നമുക്ക് അവിടെ എന്താ, നമ്മുടെ പേഴ്സണൽ പാൻ ഡീറ്റെയിൽസ് കൊടുക്കുക, പിന്നെ ബാക്കി നമ്മുടെ പാനിന്റെ ഫോട്ടോയോ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നീട് നമുക്കൊരു സ്റ്റോർ ഉണ്ടെങ്കിൽ സ്റ്റോറിന്റെ നെയിം കൊടുക്കണം. പിന്നെ നമ്മൾ എന്ത് ഷിപ്പിംഗ് പ്രിഫറൻസ് ആണ് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത സെക്ഷനിൽ പറയാം. ആ ഡീറ്റെയിൽസും കൊടുത്തിട്ട് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ട് നമുക്കൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനൊരു വെരിഫിക്കേഷൻ പ്രോസസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ അതല്ല, നിങ്ങൾക്ക് GST നമ്പർ ആണുള്ളെങ്കിൽ ഐ ഹാവ് എ GST നമ്പർ, അതിനുശേഷം നിങ്ങൾ GST നമ്പർ അടിച്ചു കൊടുക്കുക, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുക്കുക, ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിൾ പ്രോസസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ആമസോണിന്റെ തന്നെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് സ്ട്രക്ചർ കാണാൻ പറ്റും, എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഞാൻ ഇനി ഒരു ജസ്റ്റ് ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു അക്കൗണ്ടിന്റെ ഇന്റർഫേസ് നിങ്ങളെ കാണിക്കാം. ഇപ്പം ഇതാണ് നമ്മുടെ ഒരു ആമസോൺ അക്കൗണ്ടിൽ സെല്ലർ അക്കൗണ്ട് എടുത്തുള്ള ഒരു ഡാഷ്ബോർഡ്. ഇതിനെയാണ് നമ്മുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ആമസോൺ അക്കൗണ്ടിൽ നമ്മളൊരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ഇൻവെന്ററി മാനേജ്, കാറ്റലോഗുകൾ ആഡ് ചെയ്യുക. അത് കാറ്റലോഗ് പല രീതിയിൽ ആഡ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. ഇപ്പൊ നമുക്ക് സിംഗിൾ കാറ്റലോഗ്സ് ആഡ് ചെയ്യാം, മൾട്ടിപ്പിൾ കാറ്റലോഗ്സ്, ബൾക്കായിട്ട് ഇവരെ തന്നെ എക്സൽ ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബൾക്കായിട്ട് കാറ്റലോഗ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഫറെന്റ് രീതിയിൽ നമുക്ക് കാറ്റലോഗുകൾ ആഡ് ചെയ്യാം. പിന്നെ ആഡ് ചെയ്ത കാറ്റലോഗ്സിന്റെ ഇൻവെന്ററി മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതേ കണക്ക് പ്രൈസിങ്, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ്. ഇപ്പം നമുക്ക് പെയ്ഡ് ആഡ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെയ്ഡ് ആഡ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. അഡ്വർടൈസിംഗിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പയിൻ മാനേജറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിന് അങ്ങോട്ട് പേയ്മെന്റ് കൊടുത്തിട്ടും അവിടെയും നിങ്ങൾക്ക്
പ്രോഡക്റ്റിന്റെ പ്രൊമോഷൻസും കാര്യങ്ങളും ചെയ്യാം. പിന്നെ നിങ്ങൾ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഈ കാറ്റലോഗിലുണ്ട്. ഓക്കെ, ഇത് കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് സ്റ്റഡി ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ആദ്യം തന്നെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഓൺ ചെയ്യുന്ന ഒരു ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ബിസിനസ് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് സ്റ്റഡി ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രോഡക്ട്സ് എങ്ങനെയാണ്, അതിന്റെ പ്രൈസിങ് എങ്ങനെയാണ്, അതിന്റെ റിവ്യൂസ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോർമലി നമ്മുടെ Amazon.com പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഇപ്പൊ ഇഷ്ടംപോലെ പെയ്ഡ് ടൂൾസ് ഉണ്ട്. ആമസോൺ സെല്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടംപോലെ പെയ്ഡ് ടൂൾസ് ഉള്ളപ്പോഴും നിങ്ങൾക്ക് ഇപ്പൊ ഇനിഷ്യലി അത്തരം ടൂൾസുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എമൗണ്ട് ഇല്ല എങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ ആമസോണിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രോഡക്ട്സുകൾ സ്റ്റഡി ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ആണെങ്കിൽ, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ആണ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് അത് ഏകദേശം 1827 റേറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ അത്രയും സെയിൽ നടക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതിന്റെ റിവ്യൂസ് എങ്ങനെയുണ്ട്, അതിന്റെ പ്രൈസിങ് എങ്ങനെയാണ്, അതേപോലുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ബേസിക് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത്, ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് അതിന്റെ കാറ്റഗറി, ഡിസ്ക്രിപ്ഷൻസ്, അതിന്റെ എബൌട്ട് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, ഇതൊക്കെ നമുക്കൊരു ബേസിക് സ്റ്റഡിക്ക് നമ്മുടെ ആമസോണിൽ പോയി തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അതിനു മുന്നേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ പറയുന്ന ആമസോൺ സെല്ലിങ്ങിൽ നമുക്ക് ചിലവാകുന്ന ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് പ്രൈസ് ടൈപ്പ് ഓഫ് ഫീസ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആമസോണിന്റെ ഡാഷ്ബോർഡിൽ വരുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും എന്തൊക്കെ ടൈപ്പ് ഫീസുകളാണ് വരുന്നത്. ഇപ്പം മെയിൻ ആയിട്ട് വരുന്ന ഫീസുകൾ 3 ടൈപ്പ് ഫീസുകളാണ് നമുക്ക് വരുന്നത്: റഫറൽ ഫീസ്, ക്ലോസിംഗ് ഫീസ്, വെയിറ്റ് ഹാൻഡ്ലിംഗ് ഫീസ് ഓർ ഷിപ്പിംഗ് ഫീ, പിന്നെ അതർ ഫീ. ഓക്കെ, അപ്പം ഈ അതർ ഫീ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം അതിനു മുന്നേ നമുക്കൊരു കാര്യം പറയാനുള്ളത്, ഏതൊക്കെ ടൈപ്പ് ഷിപ്പിംഗ്സ്, ഇപ്പം ഏതൊക്കെ ടൈപ്പ് ഷിപ്പിംഗ്സ് ആണ് ഇവിടെ ഉള്ളതെന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഇത്തിരി കൂടെ ക്ലാരിറ്റി വരും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തു, ഇപ്പൊ ആമസോണിൽ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 രീതിയിലാണ് ഈ പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഒന്നെന്ന് പറഞ്ഞാൽ ആമസോൺ FBA, രണ്ടാമത്തെ ഈസി ഷിപ്പ്, മൂന്നാമത്തെ സെല്ലർ ഫ്ലെക്സ്. ആമസോൺ FBA വഴിയാണ് നിങ്ങൾ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൾക്കായിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് മേടിച്ച് ആമസോണിന്റെ ഏതെങ്കിലും വെയർ ഹൗസിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുത്താൽ മതിയോ. ഇപ്പം വെയർ ഹൗസിലേക്ക് നിങ്ങൾ ബൾക്കായിട്ട് പ്രോഡക്ട്സ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആമസോൺ തന്നെയായിരിക്കും അത് പാക്ക് ചെയ്യുന്നതും ഓർഡർ അനുസരിച്ച് പാക്ക് ചെയ്യുന്നതും കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്നതും ഇൻവോയ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും പിന്നെ ഇൻ കേസ് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ഓർഡർ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആമസോൺ തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ആമസോൺ FBA ആണ്. ഇപ്പൊ നമ്മൾ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആമസോൺ FBA വഴിയാണെങ്കിൽ നമ്മൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ആമസോൺ FBA ഇപ്പം ഈസി ഷിപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആമസോൺ ഈസി ഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആമസോണിൽ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തു, അതേപോലെ പ്രോഡക്റ്റ് ഇൻവെന്ററി എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്നതെല്ലാം നമ്മുടെ പേഴ്സണൽ ഇൻവെന്ററിയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ലൊക്കേഷനിലെ ഇൻവെന്ററിയിലായിരിക്കും. ഇപ്പൊ ഒരു ഓർഡർ വരുമ്പോൾ ആമസോണിന്റെ ഈ പറയുന്ന ഒരു ഓർഡർ വരുമ്പോൾ നമ്മളെ ഇൻവെന്ററി വഴി നമ്മൾ ഓർഡർ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഓർഡർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ പാക്ക് ചെയ്ത് ഇൻവോയ്സും ചെയ്ത് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ടൈം പീരീഡ്, എത്ര ദിവസത്തിനുള്ളിലാണ് നമ്മളൊരു ഓർഡർ പ്രിപ്പയർ ആവുന്നത്, ആ ടൈം പീരീഡിനുള്ളിൽ തന്നെ ആമസോണിന്റെ ഡെലിവറി ഏജന്റ് വന്ന് നമ്മളിൽ നിന്ന് പ്രോഡക്റ്റ് പിക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കും. അപ്പോൾ ആമസോൺ വഴിയായിരിക്കും ഡെലിവറി സർവീസ് ഫുൾ ആമസോൺ വഴിയായിരിക്കും നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ പറയുന്ന റിട്ടേണോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓർഡർ പിക്ക് ചെയ്യുന്നതും റീപ്ലേസ് ചെയ്യാൻ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ആമസോൺ ആയിരിക്കും. അവിടെ പ്രോഡക്റ്റിന്റെ റീപ്ലേസ്മെന്റ് മാത്രം നമുക്ക് അവിടെ ചെയ്താൽ മതി. അപ്പൊ അതിനൊരു ചാർജ് ഉണ്ടാവും. പിന്നെ സെല്ലർ ഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. സെല്ലർ ഫ്ലെക്സ് എന്ന് പറയുന്ന ഫീച്ചറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോ നമ്മൾ ആമസോണിൽ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തു, പക്ഷെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ പ്രോഡക്റ്റ് ഇൻവെന്ററി കീപ്പ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പ്രോഡക്റ്റിനെ കീപ്പ് ചെയ്യുന്നതും അതാണ് കാര്യം ഓർഡർ ചെയ്താൽ അത് ഷിപ്പ് ചെയ്യുന്നതും എല്ലാം നമ്മളായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആമസോണിൽ പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു വെബ്സൈറ്റ് പോലെ നമ്മളൊരു മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന മാത്രമാണ് അവിടെ ചെയ്യുന്നത്. അവിടെ നമ്മൾ തന്നെ ഒരു ഡെലിവറി പാർട്ണറെ കണ്ടെത്തി അതിന് ഈ പറയുന്ന ആമസോണായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആമസോണായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഇൻ കേസ് നമ്മളൊരു ഓർഡർ ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പം സാധാരണ മുന്നേ ഡിസ്കസ് 2 മെത്തേഡിലും നമ്മളിപ്പോ പ്രോഡക്റ്റ് ഒക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് എല്ലാം ആമസോൺ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. കസ്റ്റമറിന്റെ മെസ്സേജ് പോകുന്നതും എല്ലാം ട്രാക്കിംഗ് സ്റ്റേജസ് എല്ലാം ആമസോണിനെ ട്രാക്ക് ചെയ്യും. പക്ഷെ ഇവിടെ ആകുമ്പോൾ നമ്മളൊരു തേർഡ് പാർട്ടി ഡെലിവറി പാർട്ണറെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരെ പ്രോഡക്റ്റ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുമ്പോഴെല്ലാം അവരുടെ
ഈ ട്രാക്കിംഗ് ഐ ഡി എല്ലാം നമ്മൾ ആമസോണിൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഇൻവെന്ററിയിൽ ഈ പറയുന്ന ആമസോണിൽ നമ്മൾ കണക്ട് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ട്രാക്കിംഗ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുള്ളൂ. ഇവിടെ കുറച്ചും കൂടെ റിസ്ക് എലമെന്റ് കൂടുക എന്ന് വെച്ചാൽ മറ്റത് ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന സമയത്ത് ഡിലേസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡാമേജ് വന്നാലും നമുക്ക് ഫുൾ ഉത്തരവാദിത്തം ആമസോണിന് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതാകുമ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന തേർഡ് പാർട്ടി ആയിട്ടുള്ള അത്ര നല്ല റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് പോകത്തുള്ളൂ. പക്ഷെ ഈ പറയുന്ന മെത്തേഡ്സുകൾക്ക് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം ഈ പറയുന്ന 3 മെത്തേഡിലാണ് നമുക്ക് പ്രോഡക്റ്റ് ഷിപ്പ് ചെയ്യാൻ സാധിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചാർജുകളാണ് വരാൻ സാധിക്കും? ഇപ്പൊ റഫറൽ ഫീ എന്ന് പറയുന്നത് ആമസോണിൽ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്ലാറ്റ്ഫോം വഴി ഒരു പ്രോഡക്റ്റ് സെല്ലാവുന്നതിനാണ് ഒരു റെഫറൽ ഫീ അവർ നമ്മളിൽ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ ഓരോ ടൈപ്പ് പ്രോഡക്റ്റിനും ഓരോ ടൈപ്പ് റഫറൽ ഫീ ആണ്. അത് പെർസെന്റേജ് കണക്കിലാണ്. ഇപ്പോൾ ഓട്ടോമേറ്റീവ് പ്രൊഡക്ട്സുകൾക്കൊക്കെ 6.5 മുതലായിരിക്കും റഫറൽ ഫീ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു 1500 മുകളിലാണെങ്കിൽ 8.5 ആയിരിക്കും. അങ്ങനെ പല രീതിയിൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന അപ്പാരല് ക്ലോത്തിങ് ഒക്കെ ആകുമ്പോൾ അത് 13 മുതൽ 23 വരെ ഇപ്പൊ അപ്പേറൽസിൽ 23 വരെയൊക്കെ റഫറൽ ഫീ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു റേഞ്ച് ആണ്. അപ്പൊ നമ്മൾ എന്ത് ടൈപ്പ് കാറ്റഗറി പ്രോഡക്ട്സ് ആണോ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് റഫറൽ ഫീയിൽ ഒരു വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ആദ്യം വരുന്ന ചാർജ് എന്ന് പറയുന്നത് റഫറൽ ഫീ ആണ്. നമ്മൾ ഏത് കാറ്റഗറിയിലെ പ്രോഡക്റ്റ് ആണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാറ്റഗറിയിലെ പ്രോഡക്റ്റിന് അവരൊരു പെർസെന്റേജ് ഓഫ് റഫറൽ ഫീ നമ്മൾ ഈടാക്കും. പിന്നീട് ക്ലോസിംഗ് ഫീ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മൾ ഏത് കാറ്റഗറിയിലാണോ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ FBAക്ക് ഒരു ക്ലോസിംഗ് ഫീ ആണെങ്കിൽ ഈസി ഷിപ്പിനും സെൽഫ് ഷിപ്പ് അഥവാ സെല്ലർ ഫ്ലെക്സിലും വേറെ ക്ലോസിംഗ് ഫീ ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ പേയ്മെന്റും കാര്യങ്ങളും ഇപ്പം ഈ പേയ്മെന്റ് ഗേറ്റ് വേ പോലെയുള്ള സർവീസുകൾക്കും കാര്യങ്ങളൊക്കെ ആമസോൺ നമ്മളിൽ നിന്ന് ഈടാക്കുന്നതാണ് ഒരു ക്ലോസിംഗ് ഫീ എന്ന് പറയുന്നത്. അതും നമ്മുടെ ഈ പേയ്മെന്റിന്റെ ഒരു ബ്രാക്കറ്റിലായിരിക്കും ക്ലോസിംഗ് ഫീയും വരുന്നത്. അപ്പം 0 to 250 വരെ ഒരു റേഞ്ച് ആണെങ്കിൽ 250 to 500 വരെ വേറെ റേഞ്ച് ആയിരിക്കും. അത് വലിയൊരു വ്യത്യാസമില്ല. അപ്പം അങ്ങനെ ഒരു ക്ലോസിംഗ് ഫീ ഉണ്ടാവും. പിന്നീട് നമ്മൾ ഷിപ്പിംഗ് ഫീ എന്ന് പറയുന്നത് ഇപ്പൊ FBAക്ക് ആണെങ്കിൽ ഈ പറയുന്ന 0 to 250 വരെ ഒരു റേഞ്ച് ഉണ്ടാവും. അതേപോലെ 100 ആകുമ്പോൾ വേറൊരു റേഞ്ച് ആവും. അങ്ങനെ മൾട്ടിപ്പിൾ റേഞ്ച് ഉണ്ട്. നമുക്ക് ഈ ആമസോണിന്റെ സെല്ലർ ഡാഷ്ബോർഡിൽ പോയാൽ തന്നെ നമുക്ക് ഈ പറയുന്ന ഓരോ ടൈപ്പ് സെല്ലിങ്ങിലും ഈ പറയുന്ന എത്ര രൂപ വെച്ചിട്ടാണ് നമ്മൾ എന്ന് ഈടാക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇനി ഇത് കൂടാതെ ഇപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന ഓരോ ചാർജിന് പ്ലസ് GST കൂടി നമുക്ക് ചിലവാകും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു GST ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് GST ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഓരോ ചാർജിന്റെ കൂടെ അഡീഷണൽ ആവുന്ന GST എമൗണ്ട് അത് നിങ്ങൾക്ക് തന്നെ ക്ലെയിം ചെയ്തെടുക്കാം. അല്ല GST ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ഓൾറെഡി ഒരു എക്സ്പെൻസ് ആയിട്ട് തന്നെ മാറും. പിന്നെ അതർ ഫീസ് ഇപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഇപ്പൊ FBAക്ക് ആണെങ്കിൽ ഈ പറയുന്ന പാക്കിങ്ങോ അതിനൊക്കെയുള്ള ചാർജുകളെല്ലാം ചേർത്തിട്ടായിരിക്കും അവർ നമ്മളിൽ നിന്ന് കോസ്റ്റ് ഈടാക്കുന്നത്. ഇപ്പം അതല്ല, ഇപ്പം നിങ്ങളാണ് ഈ പറയുന്ന പാക്കിങ്ങും പ്രിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു ഫീ ഉണ്ടാവും. അപ്പം അത് സെപ്പറേറ്റ് ആണ്. ഓക്കെ, ഈ പറയുന്ന ഓരോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റിന്റെ റഫറൽ ഫീസും ക്ലോസിംഗ് ഫീസും ഷിപ്പിംഗ് ഫീയും നിങ്ങൾ എന്ത് മെത്തേഡിലാണ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഫീസിന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ പറയുന്ന ഡേറ്റാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഡേറ്റാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് എത്ര റേറ്റിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആമസോണിൽ പോയിട്ട് നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. അപ്പം അവർ ഇപ്പൊ 555 രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് റിവേഴ്സ് കാൽക്കുലേഷൻ ചെയ്തിട്ട് അവർ ഏകദേശം എത്ര രൂപയ്ക്കായിരിക്കും ഈ പ്രോഡക്റ്റ് ഈ മാർജിൻ ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് എത്ര രൂപയ്ക്കായിരിക്കും കിട്ടുക. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈസിന്റെ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇപ്പൊ ബേസിക് ആയിട്ട് നിങ്ങൾ കുറച്ച് ടാക്ടിക്കായിട്ട് ഇപ്പം ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കഴിവതും എന്ത് ചെയ്യാം, കോമ്പറ്റീഷൻ കുറഞ്ഞ പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യുക. എന്നുവെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്രോഡക്റ്റ് ഇല്ല, നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ സെല് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കഴിവതും ഇത്തരം റഫറൽ ഫീസ് കുറഞ്ഞിട്ടുള്ള അത്യാവശ്യം മാർജിൻ റഫറൽ ഫീസ് കുറഞ്ഞിട്ടുള്ള പക്ഷെ അവിടെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അപ്പം ആ രീതിയിലുള്ള പ്രോഡക്ട്സ് സെലക്ട് ചെയ്യുക, അതിന്റെ പ്രൈസ് റേഞ്ച് ഫിക്സ് ചെയ്യുക. ഇപ്പം നിങ്ങൾ 1000 രൂപയ്ക്ക് മേളിലാണെങ്കിൽ നിങ്ങൾ 23% കൊടുക്കണം ചില പ്രോഡക്ട്സുകൾക്ക് റഫറൽ ഫീ. അത് 1000-നാണെങ്കിൽ താഴെയാണെങ്കിൽ 16%. അതേപോലെ FB പറയുന്ന ഷിപ്പിംഗ് സർവീസിന് ഈ പറയുന്ന പ്രൈസ് റേഞ്ച് അനുസരിച്ചിട്ടും വെയിറ്റ് അനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പ്രൈസ് മാറുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൈസ് റേഞ്ചിലുള്ള പ്രോഡക്റ്റുകളായിരിക്കണം ഇനിഷ്യലി എടുക്കുക. കാരണം നിങ്ങൾക്ക് അത്ര ഹ്യൂജ് ഓർഡേഴ്സ് വരുവാണെങ്കിൽ മാത്രം നിങ്ങൾ
വലിയ രീതിയിൽ പ്രോഡക്ട്സ് എടുക്കുക. അപ്പം ഇനിഷ്യലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ആണെങ്കിൽ ഇതേപോലെ വളരെ കമ്മീഷൻ കുറഞ്ഞ് ഇപ്പൊ പറയുന്ന റഫറൽ ചാർജും ഈ പറയുന്ന കണക്ക് ഹാൻഡിലിംഗ് ഫീ ഒക്കെ നിങ്ങൾക്ക് കുറച്ച് നിർത്താൻ പറ്റുന്ന രീതിയിൽ, ഷിപ്പിംഗ് ചാർജ് കുറച്ച് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ പ്രോഡക്ട്സുകൾ, ഇതിനൊക്കെ 1000 രൂപയ്ക്ക് താഴെ വരുന്ന ചെറിയ പ്രോഡക്ട്സുകളൊക്കെ പിക്ക് ചെയ്യുന്നതായിരിക്കും ഇനിഷ്യലി നിങ്ങൾക്ക് നല്ലത്. ഇപ്പം ലോക്കൽ റേറ്റ് ഉണ്ട്, റീജിയണൽ ഉണ്ട്, നാഷണൽ ഉണ്ട്. ഇങ്ങനെ 3 ലെവലിലായിരിക്കും നിങ്ങൾക്ക് ലൊക്കേഷൻ ഡിസ്റ്റൻസ് അനുസരിച്ച് പ്രൈസ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ലോക്കൽ റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ അടുത്തുള്ള കുറച്ച് പിൻകോഡുകളിലാണെങ്കിൽ ഒരു റേറ്റ് ആയിരിക്കും. പിന്നെ റീജിയണൽ, ഇപ്പം റീജിയണൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ സ്റ്റേറ്റ് ഉൾപ്പെടെ വരുന്ന ഒരു 6 സ്റ്റേറ്റുകൾ ചേർന്നാണ് ഒരു റീജിയൻ. അങ്ങനെ ഒരു 4-5 റീജിയനോളം ഇവര് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ റീജിയനിൽ വിടുന്ന സ്റ്റേറ്റുകളാണെങ്കിൽ അവിടെ ഒരു റേറ്റ് ആയിരിക്കും. പിന്നെ ആ സ്റ്റേറ്റുകൾക്ക് ഔട്ട്സൈഡ് നിങ്ങൾ എവിടെ ഇന്ത്യയിൽ ഔട്ട്സൈഡിൽ എവിടെ നിങ്ങൾ സെല് ചെയ്താലും അവർ നാഷണൽ റേറ്റ് ആയിരിക്കും വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ഇതാണ് ഒരു റീജിയൻ. ഇപ്പോ റീജിയൻ 1-ൽ ഇത്ര സെറ്റ് ഓഫ് സ്റ്റേറ്റുകളാണുള്ളത്. അതിനൊക്കെ നമ്മൾ കേരളം ഉൾപ്പെടുന്നത് റീജിയൻ 3-ലാണ്. ആൻഡമാൻ നിക്കോബാർ, ആന്ധ്രാപ്രദേശ്, ഗോവ, കർണാടക, കേരള, പോണ്ടിച്ചേരി, തമിഴ്നാട്, തെലങ്കാന, ലക്ഷദ്വീപ്, അങ്ങനെ ഈ പറഞ്ഞ റീജിയനിലെ സ്റ്റേറ്റുകളിലാണെങ്കിൽ അവിടെ റീജിയണൽ റേറ്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ അതിന് പുറത്തുള്ള ഏത് സ്റ്റേറ്റിലായാലും അത് നാഷണൽ റേറ്റിലായിരിക്കും നമുക്ക് റേറ്റ് ആവുന്നത്. ഓക്കെ, അതിനൊക്കെ ഡിസ്റ്റൻസും റീജിയനും അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഫീസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് വരുന്ന ഫീസും കാര്യങ്ങളും. ഇനി ഇത് കൂടാതെ ഇപ്പൊ നിങ്ങളൊരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ചാർജും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു 18% GST വരും. അപ്പൊ നിങ്ങൾ GST ക്ലെയിം ചെയ്യുന്ന സമയത്ത് മന്ത്ലി നമ്മളെ ഇവരുടെ GST ഇൻവോയ്സ് നമുക്ക് അയച്ചു തരുമ്പോൾ അത് വെച്ചിട്ട് നമുക്ക് GST ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ പറയുന്ന GST ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ആമസോൺ സെല്ലറി വന്നതാൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോഡക്റ്റ് കാറ്റലോഗുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രോഡക്ട്സിന്റെയും പ്രോഫിറ്റബിലിറ്റി ഇതിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിന്റെ പ്രോഫിറ്റബിലിറ്റിയും ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. അപ്പൊ നിങ്ങൾക്കുള്ള ഇനിഷ്യൽ ക്യാപിറ്റൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് മെത്തേഡാണ്, ഇപ്പൊ ആമസോൺ FBA ആണോ, ഇതിനൊക്കെ ഈസി ഷിപ്പ് ആണോ, ഈ സെല്ലർ തന്നെ ഷിപ്പ് ചെയ്യുന്ന മെത്തേഡ് ആണോ, ഏത് മെത്തേഡ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഇനിഷ്യൽ കപ്പാസിറ്റി വെച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഔട്ട്സൈഡ്, കേരളത്തിന്റെ ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഒരു നിങ്ങൾ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ലൊക്കേഷനിലാണ്, പക്ഷെ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേറെ ലൊക്കേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയത് ആമസോൺ FBA ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻവെന്ററിയും കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് ടൈം ഉണ്ട്, പാക്ക് ചെയ്തൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ഷിപ്പ് ആയിരിക്കും നല്ലത്. ഇനി അതല്ല, നിങ്ങൾക്ക് നല്ലൊരു ഡെലിവറി പാർട്ണർ കൂടെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടെ മാർജിനലായിട്ട് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ സെൽഫ് ഷിപ്പ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ ഫിസിക്കൽ അതുപോലെ ബിസിനസ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് സ്ട്രാറ്റജികളെ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുക, പ്രോഡക്റ്റ് റിസർച്ചുകൾ നടത്തുക, ഇതേണൊക്കെ ടൂൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റും മാർജിനും കണ്ടെത്താം. അതേപോലെ തന്നെ കുറച്ച് തേർഡ് പാർട്ടി ടൂൾസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഇനി വരുന്ന സെക്ഷൻസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. അപ്പൊ തേർഡ് പാർട്ടി ടൂൾസ് ഉപയോഗിച്ചിട്ട് കൂടുതൽ പ്രോഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങളുടേതായ തന്നെ ഒരു ബേസിക് റിസർച്ചും കാര്യങ്ങളും ആദ്യം സെല് ചെയ്യുന്നതിന് മുമ്പ് നടത്തുക. എങ്ങനെയാണ് കറക്റ്റ് കോമ്പറ്റേറ്റേഴ്സ് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത്, അവർക്കുള്ള പ്രോഡക്റ്റിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഈ ആമസോണിലെ ഈ പ്രൈസുകളൊക്കെ വെച്ചിട്ട് തന്നെ അവരുടെ മാർജിനൊക്കെ ഒരുവിധം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതേ കൂടാതെ പെയ്ഡ് ടൂൾസ് ഉണ്ടെങ്കിൽ അതിന് ഡയറക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിച്ചും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. അപ്പം സെല്ലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ പ്രോസസ്സുള്ള കാര്യങ്ങളാണ്. അപ്പൊ കൂടുതൽ അറിയാൻ നമ്മുടെ ഫോളോ ചെയ്താൽ മതി. അപ്പം ഇനി ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോസ് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.